ഹായ് എവറി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളാണ്, മൊഡ്യൂൾ 2 ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കാണ് ലീനിയർ മാപ്പിംഗ്. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ലീനിയർ മാപ്പിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ലെറ്റ് V and W be two vector spaces. A mapping phi from V to W preserves the structure of the vector space if phi of x plus y equal to phi of x plus phi of y and phi of lambda x equal to lambda into phi of x for all xy belongs to V and lambda belongs to R. അതായത് ബിയും ഡബ്ല്യു നമ്മൾ രണ്ട് വെക്ടർ സ്പേസ് എടുക്കുകയാണ്, ബി ആൻഡ് ഡബ്ല്യു. അപ്പോൾ നമ്മളൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണം. ഫൈ ഫ്രം ബി ടു ഡബ്ല്യു, ബിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് നമ്മളൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നു. അത് എന്തിൻ്റെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വെക്ടർ സ്പേസിൻ്റെ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യും. ബിയും ഡബ്ല്യുവും ഓൾറെഡി വെക്ടർ സ്പേസ് ആണ് നമ്മൾ പറഞ്ഞു. വെക്ടർ സ്പേസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് അറിയാമായിരുന്നല്ലോ. ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ ആയിരിക്കണം. ആൻഡ് ഫൈ ഓഫ് ലാംഡ എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഫൈ ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ലീനിയർ മാപ്പിംഗ് എന്ന് പറയും. ഇനി അതിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഇനി അത് വെച്ച് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫോർ എ വെക്ടർ സ്പേസ് വി ആൻഡ് ഡബ്ല്യു, എ മാപ്പിംഗ് ഫൈ ഫ്രം വി ടു ഡബ്ല്യു ഈസ് കോൾഡ് എ ലീനിയർ മാപ്പിംഗ് ഓർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ if for all xy belongs to V and alpha and beta belongs to R, phi of alpha x plus beta y equal to alpha into phi of x plus beta into phi of y. അപ്പം രണ്ട് വെക്ടർ സ്പേസ് എടുക്കുകയാണ്, വി ആൻഡ് ഡബ്ല്യു. ദെൻ നമ്മളൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണം, ഫൈ ഫ്രം വി ടു ഡബ്ല്യു. അതൊരു ലീനിയർ മാപ്പിംഗ് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുന്നത് എപ്പോഴാണ്? ഫൈ ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഫൈ ഓഫ് എക്സ് പ്ലസ് ബീറ്റ ഇൻറ്റു ഫൈ ഓഫ് വൈ ആണെങ്കിൽ ഫോർ ഓൾ എക്സ് വൈ, ഏത് എക്സ് വൈ ബിലോങ്സ് ടു വി ആൻഡ് ആൽഫ ബീറ്റ സ്കെയിലേഴ്സ് ആണ്, റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. എല്ലാ എക്സ് വൈക്കും ആൽഫ ബീറ്റയ്ക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമ്മൾ പറയും ആ മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, അല്ലെങ്കിൽ ലീനിയർ മാപ്പിംഗ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫൈ ഫ്രം ആർ ടു ടു ആർ ടു ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? കോർഡിനേറ്റ്സ് തിരിച്ചിടുക, വൈ എക്സ്. അതാണ് നമുക്ക് തന്നിരിക്കുന്ന മാപ്പിംഗ്. ആ മാപ്പിംഗ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുക? നമുക്ക് ഫൈ ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ, രണ്ട് വെക്ടേഴ്സ് എടുക്കണം. എക്സും വൈയും രണ്ട് വെക്ടേഴ്സ് എടുക്കണം. അപ്പോൾ നമ്മൾ അവിടുന്ന് രണ്ട് വെക്ടേഴ്സ് യു ആൻഡ് വി എടുക്കുകയാണ്. യുവിനെ നമ്മൾ x1 y1 എന്ന് വിളിച്ചു, ആൻഡ് വിയെ x2 y2 എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ യു പ്ലസ് വി എന്തായിരിക്കും? x1 y1 പ്ലസ് x2 y2 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പം x1 പ്ലസ് x2 y1 പ്ലസ് y2 എന്ന് കിട്ടും. ദെൻ ഫൈ ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് യു പ്ലസ് വി നമുക്കിപ്പോൾ കിട്ടി x1 പ്ലസ് x2 y1 പ്ലസ് y2 ആണ്. നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താ? ജസ്റ്റ് ആ എക്സ് വൈ ആണെങ്കിൽ വൈ എക്സ് എന്ന് എഴുതും. അപ്പോൾ x1 പ്ലസ് x2 y1 പ്ലസ് y2 എന്നാണ് നമ്മൾ തിരിച്ചെഴുതുക. y1 പ്ലസ് y2 x1 പ്ലസ് x2, ഫൈയുടെ ഡെഫിനിഷൻ അവിടെ അപ്ലൈ ചെയ്തു. ഇനി നമ്മളിത് നേരെ തിരിച്ച് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? y1 x1 അതാദ്യം വരും, പ്ലസ് y2 x2 എന്ന് വരും അല്ലേ? നമ്മൾ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ വരുന്നത്. അപ്പോൾ y1 x1 പ്ലസ് y2 x2 എന്ന് പറയും. ഈ y1 x1 എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ ഓഫ് യു അല്ലേ? യു എന്ന് പറയുന്നത് എന്താ? ഫൈ ഓഫ് യു ആക്ച്വലി എന്താ? ഫൈ ഓഫ് യു എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ ആയിരുന്നു. ഫൈ ഓഫ് എക്സ് കോമ വൈ എന്താ? വൈ എക്സ് അല്ലേ? സോറി, ഫൈ ഓഫ് x1 y1 ആയിരുന്നു. അപ്പോൾ y1 x1 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫൈ ഓഫ് വി എന്താ? ഫൈ ഓഫ് വി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് x2 y2 ആണ്. അത് എഴുതുമ്പോൾ എങ്ങനെ വരും? y2 x2 എന്ന് വരും. അതല്ലേ നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ അത് നമ്മളിപ്പോൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫൈ ഓഫ് യു പ്ലസ് വിയിൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്കിപ്പോൾ എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഫൈ ഓഫ് യു പ്ലസ് ഫൈ ഓഫ് വി എന്ന് കിട്ടി. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഡെഫിനിഷനിൽ കണ്ട ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ എന്ന് കിട്ടുവാണെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? ഫൈ ഓഫ് ആൽഫ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഫൈ ഓഫ് യു എന്നും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫൈ ഓഫ് ആൽഫ ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ x1 y1 ആയിരുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫൈ ഓഫ് ആൽഫ x1 ആൽഫ y1 എന്ന് കിട്ടും. ഫൈയുടെ ഡെഫിനേഷൻ അനുസരിച്ച്
ഇൻ്റർചേഞ്ച്. അപ്പോൾ ആൽഫ y1 ആൽഫ y2 എന്ന് കിട്ടും, ആൽഫ x1 എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ആൽഫ കോമൺ എടുക്കുമ്പോൾ ആൽഫ ഇൻറ്റു y1 x1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു ഫൈ ഓഫ് യു എന്ന് കിട്ടും. അപ്പോൾ ഫൈ ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ഫൈ ഓഫ് യു പ്ലസ് ഫൈ ഓഫ് എന്നും കിട്ടി. ഫൈ ഓഫ് ആൽഫ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഫൈ ഓഫ് യു എന്നും കിട്ടി. അപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ, therefore ഫൈ ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കി. ലെറ്റ് ടി ഫ്രം R2 to R2 ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ്. ചെക്ക് വെദർ ടി ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ R2-ൽ നിന്നും R2-ലേക്കാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ R2-ലെ എലമെൻസിനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ യു എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് എടുത്തു. യു എന്ന് പറയുന്ന x1 y1 എന്നെടുത്തു ആൻഡ് വി ഈക്വൽ ടു x2 y2 എന്നെടുത്തു. ആദ്യം തന്നെ നമ്മൾ ടി ഓഫ് യുവും ടി ഓഫ് ഇയും കണ്ടുപിടിക്കുവാണ്. ടി ഓഫ് യു എന്ന് പറഞ്ഞാൽ ടി ഓഫ് x1 y1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ടി ഓഫ് x1 y1 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് x1 കിട്ടും. ആൻഡ് ടി ഓഫ് ഈക്വൽ ടു ടി ഓഫ് x2 y2 എന്ന് പറയുമ്പോൾ x2 കിട്ടും. അത് രണ്ടും എഴുതി. ഇനി നമുക്ക് ടി ഓഫ് യു പ്ലസ് വി വേണം, അല്ലേ? ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് x1 y1 പ്ലസ് ടി ഓഫ് x1 y1 പ്ലസ് x2 y2 വരും. കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടി ഓഫ് x1 പ്ലസ് x2 y1 പ്ലസ് y2 എന്ന് വരും. അത് നമ്മൾ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റിൻ്റെ പാർട്ടാണ് വരുന്നത്. അപ്പോൾ x1 പ്ലസ് x2 എന്ന് കിട്ടും. x1 എന്തായിരുന്നു? ടി ഓഫ് യു ആണ്. x2 എന്ന് പറയുന്നത് ടി ഓഫ് യു. അപ്പോൾ ടി ഓഫ് യു പ്ലസ് ടി ഓഫ് യു എന്ന് എഴുതാം. അപ്പോൾ ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് യു എന്നായി. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഇനി അടുത്ത കൂടെ നോക്കാം. ടി ഓഫ് ആൽഫ യു എന്ന് പറഞ്ഞാൽ ടി ഓഫ് ആൽഫ ഇൻറ്റു x1 y1 വരും, അല്ലേ? ടി ഓഫ് ആൽഫ ഇൻറ്റു x1 y1 എന്ന് വരും. അവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ടി ഓഫ് ആൽഫ x1 ആൽഫ y1 എന്ന് വരും. ടി ഓഫ് ആൽഫ x1 ആൽഫ y1 എന്താ? അതെന്ന് പറഞ്ഞാൽ ആൽഫ എക്സ് നമ്മൾ എക്സ് കോർഡിനേറ്റിൻ്റെ പാർട്ട് എടുക്കും. ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ ടി ഓഫ് യു. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യാം. ടി ഓഫ് ആൽഫ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഓഫ് യു എന്ന് പ്രൂവ്. ഇപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് അതും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഇനി അടുത്തത് ഷോ ദാറ്റ് ദ മാപ്പിംഗ് ടി ഓഫ് എ ബി ഈക്വൽ ടു എ പ്ലസ് ടു ബി പ്ലസ് 3 ഈസ് നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. ഹിയർ ആർ ഇസ് ദ ഫീൽഡ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ടി ഓഫ് എ ബി ഈക്വൽ ടു എ പ്ലസ് ടു ബി പ്ലസ് 3 നോട്ട് എ ലീനിയർ. അപ്പോൾ നമ്മൾ രണ്ട് എലമെൻറ്റ്സ് എടുക്കുക. യു ഈക്വൽ ടു A1 B1 എടുത്തു, വി ഈക്വൽ ടു A2 B2 എടുത്തു. അപ്പോൾ ടി ഓഫ് യു എന്താവും? ടി ഓഫ് യു എന്ന് പറഞ്ഞാൽ ടി ഓഫ് A1 B1 എന്ന് പറഞ്ഞാൽ എയുടെ കൂടെ 2 ആഡ് ചെയ്യുക, ബിയുടെ കൂടെ 3. അപ്പോൾ A1 പ്ലസ് 2 B1 പ്ലസ് 3 എന്ന് കിട്ടും. അതിന് ടി ഓഫ് വി എന്ത് കിട്ടും? ടി ഓഫ് A2 B2 A2 പ്ലസ് 2 B2 പ്ലസ് 3 എന്ന് കിട്ടും. ആൻഡ് ടി ഓഫ് യു പ്ലസ് വി എന്ന് പറയുമ്പോൾ ടി ഓഫ് A1 B1 പ്ലസ് A2 B2 വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് A1 പ്ലസ് A2 B1 പ്ലസ് B2 വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ആദ്യത്തെ ആളുടെ കൂടെ 2 ആഡ് ചെയ്യും. അപ്പോൾ A1 പ്ലസ് A2 പ്ലസ് 2 വരും. അടുത്ത ആളുടെ 3 ആഡ് ചെയ്യും. B1 പ്ലസ് B2 പ്ലസ് 3 എന്ന് കിട്ടും. അപ്പോൾ ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് ഇ ആണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടി ഓഫ് യുവും കണ്ടുപിടിച്ച് ടി ഓഫ് ഇയും കണ്ടുപിടിച്ച് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ A1 പ്ലസ് 2 B1 പ്ലസ് 3 പ്ലസ് A2 പ്ലസ് 2 B2 പ്ലസ് 3 അത് നമ്മൾ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്യുമ്പം A1 പ്ലസ് A2 പ്ലസ് 2 പ്ലസ് 2 4 ആവും. ആൻഡ് B1 പ്ലസ് B2 പ്ലസ് 3 പ്ലസ് 3 6 ആവും. നോക്കിയേ, ഇത് രണ്ടുപേരും ഈക്വൽ ആണോ? ടി ഓഫ് യു പ്ലസ് ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ 2 ആണ്, പക്ഷേ ഇവിടെ 4 വന്നു. ഇവിടെ 3 ആണ്, പക്ഷേ ഇവിടെ 6 വന്നു. അപ്പോൾ ഇവിടെ രണ്ടുപേരും ഈക്വൽ അല്ല. Therefore, it is not a linear transformation. Okay. ഇനി അടുത്ത പ്രോബ്ലം ഈസ് ടി ഫ്രം R2 to R3 such that T of x1, x2 equal to 1, 1, 1. അല്ലേ? 1, 1, 1 എന്ന് പറയുന്നത് ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓർ നോട്ട്? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ സെയിം രീതിയിൽ R2-ലെ രണ്ട് എലമെൻറ്റ്സ് എടുത്തു. യു എന്ന് പറയുന്നത് x1 x2 എടുത്തു, വി എന്ന് പറയുന്നത് y1 y2 എടുത്തു. അപ്പോൾ ടി ഓഫ് യു എന്ന് പറഞ്ഞാൽ x1 x2 ടി ഓഫ് x1 x2 എന്ന് പറഞ്ഞാൽ 1, 1, 1 ആയിരിക്കും. ആൻഡ് ടി ഓഫ് യു എന്ന് പറഞ്ഞാൽ ടി ഓഫ് y1 y2 എന്ന് പറഞ്ഞാൽ 1, 1, 1 ആയിരിക്കും. ഇനി ടി ഓഫ് യു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ടി ഓഫ് x1 x2 പ്ലസ് y1 y2 എന്ന് പറയുമ്പോൾ ടി ഓഫ് x1 പ്ലസ് y1 x2 പ്ലസ് y2 ഈക്വൽ ടു സെയിം ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 1, 1, 1 എന്ന് കിട്ടും. ബട്ട് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് യു എന്താവും? 1, 1, 1 പ്ലസ് 1, 1, 1 ഈക്വൽ ടു 2, 2, 2. രണ്ടുപേരും സെയിം ആണോ? ടി ഓഫ് യു പ്ലസ് വി ടി ഓഫ് യു പ്ലസ് ടി ഓഫ് യു സെയിം ആണോ? അല്ല. അതുകൊണ്ട് ഒരു നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നിരിക്കുന്ന സ്പേസിലെ രണ്ട് എലമെൻറ്റ്സും നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് വി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ
അടുത്ത കണ്ടീഷൻ ടി ഓഫ് ആൽഫ യു ഈക്വൽ ടു ആൽഫ ഇൻറ്റു ടി ഓഫ് യു എന്നും കൂടെ ചെക്ക് ചെയ്യുക. രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരെണ്ണം തന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അതെന്തായിരിക്കും? നോട്ട് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷനെ നമുക്ക് മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് നോക്കി. ലെറ്റ് യു ആൻഡ് വി ബി ടു വെക്ടർ സ്പേസസ്. രണ്ട് വെക്ടർ സ്പേസ് എടുത്തു, യു ആൻഡ് വി. ലെറ്റ് ഡയമെൻഷൻ ഓഫ് യു ആൻഡ് വി ബി എം ആൻഡ് എൻ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ യുവും വിയും രണ്ട് വെക്ടർ സ്പേസ് ആണ്. യുവിൻ്റെ ഡയമെൻഷൻ എമ്മും, യുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം ആണ്, വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൻ. ഡയമെൻഷൻ എന്തായിരുന്നു? ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഡയമെൻഷൻ ഓഫ് എ വെക്ടർ സ്പേസ്? അതായത് ആ വെക്ടർ സ്പേസിലെ എം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സും കാണും, ആൻഡ് ആ എം ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആ സ്പേസിനെ സ്പാൻ ചെയ്യുകയും ചെയ്യും. അതാണ് ബേസിസിൻ്റെ ഡെഫിനിഷൻ അതായിരുന്നു. അപ്പോൾ നമുക്ക് യു എ സ്പാൻ ചെയ്യാനായിട്ടൊരു സെറ്റ് ഓഫ് എം വെക്ടേഴ്സ് ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ ബേസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ യുവിനെ സ്പാൻ ചെയ്യുന്ന സെറ്റ് ഓഫ് എം വെക്ടേഴ്സ് ബി എന്ന് പറയുന്ന ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം എന്നും എടുത്തു. ആൻഡ് വി എ സ്പാൻ ചെയ്യുന്ന ബേസിസ് ബി ഡാഷ് ഈക്വൽ ടു ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എൻ എന്നും എടുത്തു. ബി ദ ബേസിസ് ഓഫ് യു ആൻഡ് വി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഡയമെൻഷൻ എത്രയാണോ അത്രയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ബേസിസിലുണ്ടാവും. അതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം യുവിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ബി ഈക്വൽ ടു ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എമ്മും, വിയുടെ ബേസിസ് എന്ന് പറയുന്നത് ബി ഡാഷ് ഈക്വൽ ടു ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എന്നും ആണ്. ദെൻ ലെറ്റ് ടി ഫ്രം യു ടു വി ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ടി എന്ന് പറയുന്നത് യുവിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് എന്താ? ടി ഫ്രം യു ടു വി. അപ്പോൾ ടി ഓഫ് ഈ യുവിലെ ഒരു എലമെൻ്റ് എടുത്താൽ ടി ഓഫ് ദാറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് വരും? ഈ വിയിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അതാണ് അതിൻ്റെ മീനിങ്. ടി ഫ്രം യു ടു വി ആണെങ്കിൽ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് പറഞ്ഞത് ടി ഓഫ് ആൽഫ യു ഈക്വൽ ടു ടി ഓഫ് ആൽഫ പ്ലസ് ടി ഓഫ് യു നമുക്ക് എഴുതാൻ പറ്റും. അതായിരുന്നു ലീനിയർ ടി ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. അതാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അത് നമ്മൾ ഡെഫിനേഷൻ തൊട്ട് മുമ്പ് കണ്ടായിരുന്നു. ഓക്കെ, അപ്പം ടി ഫ്രം യു ടു വി ആയതുകൊണ്ട് യുവിലെ ഒരു എലമെൻ്റ് എടുക്കുക, അതിൽ നമ്മൾ ടി എന്ന് പറയുന്ന ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്നു, ടി ഓഫ് ആൽഫ 1. അപ്പം നമ്മൾ യുവിലെ എലമെൻ്റ് ആണല്ലോ ഈ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ. അപ്പോൾ ഈ ബേസിസിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ടി ഓഫ് ആൽഫ 1 എന്ന് പറയുന്നത് എന്തായിട്ട് വരും? A11 ബീറ്റ 1. അതായത് ഈ വിയിലെ എലമെൻസിൻ്റെ സ്പാൻ ആയിട്ടാണ് നമ്മൾ ലീനിയർ കോമ്പിനേഷനായിട്ടാണ് എഴുതുന്നത്. A11 ബീറ്റ 1 പ്ലസ് A12 ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് A1n ബീറ്റ എന്ന് എഴുതാം. ആൻഡ് ടി ഓഫ് ആൽഫ 2നെ A21 ബീറ്റ 1 പ്ലസ് A22 ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് A2n ബീറ്റ എന്ന് എഴുതാം, എക്സെട്ര ടി ഓഫ് ആൽഫ എം. എന്ത് വെക്ടർ എന്ന് പറഞ്ഞാൽ ടി ഓഫ് ആൽഫ എം ഈക്വൽ ടു AM1 ബീറ്റ 1 പ്ലസ് AM2 ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് AMN ബീറ്റ എന്ന് എഴുതാം. ദെൻ ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എങ്ങനെയായിരിക്കും? ആ ടി എന്ന് പറയുന്ന മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി അല്ലേ? നമ്മൾ ഇവിടുത്തെ ഈ എലമെൻറ്റ്സ് എല്ലാം ബിയിലെ എലമെൻറ്റ്സ്, അതുകൊണ്ടാണ് ടി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ എന്നിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടാണ് എഴുതിയത്. അപ്പോൾ അതിലെ ആ കോൺസ്റ്റൻറ്റ് വാല്യൂസിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ എഴുതി A11 A12 എക്സെട്ര A1n, അടുത്ത A21 A22 എക്സെട്ര A2n, അങ്ങനെ AM1 AM2 എക്സെട്ര AMN അതിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും. മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദ ബേസിസ് ബി എന്ന് പറയുന്നത് ആ ലീനിയർ കോമ്പിനേഷൻ്റെ ട്രാൻസ്പോസ് ആയിട്ട് എടുത്തെഴുതുക. അതായിരിക്കും മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇനി ഇതിനകത്ത് നമുക്ക് ചോദിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ആ ബേസിസ് കണ്ടുപിടിക്കുക. ഇതിനകത്ത് നമുക്ക് ചോദിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം.
Let T from R2 to R2, wherefore any xy belongs to R2, T of xy equal to 2x comma y by 2. Find the matrix associated with respect to the ordered basis 1 0 0 1. ഓക്കെ, അപ്പം നമുക്ക് ഏത് മെട്രിക്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്താൽ ടി വിത്ത് റെസ്പെക്ട് ടു ദ മെട്രിക്സ്, ഇതിനെ നമ്മൾ ബേസിസ് ബി എന്ന് വിളിച്ചാൽ ടി വിത്ത് റെസ്പെക്ട് ടു ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ബേസിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന ബേസിസിനെ ബി എന്നങ്ങ് നെയിം ചെയ്തു. ഗിവൺ ബി ഈക്വൽ ടു 1 0 ആൻഡ് 0 1 ആൻഡ് ടി ഓഫ് എക്സ് വൈ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 2x, 5/2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിയിലെ എലമെൻസിനെ നമ്മൾ നേരത്തെ കണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എലമെൻസേ ഉള്ളൂ, 2 ഉള്ളൂ. അപ്പോൾ ആൽഫ 1 ആയിട്ട് 1 0 എന്ന് എടുത്തു, ആൽഫ 2 ആയിട്ട് 0 1 എടുത്തു. ഇനി നമ്മൾ എന്തായിരുന്നു അവിടെ ചെയ്യുന്നത്, അല്ലേ, ടി ഓഫ് ആൽഫ 1 ടി ഓഫ് ആൽഫ 2 അങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ചെയ്യുക ടി ഓഫ് ആൽഫ 1 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ടി ഓഫ് 1 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ടി ഓഫ് എക്സ് കോമ എന്ന് പറഞ്ഞാൽ 2x, y/2. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ 2 വരും, y/2, വൈയുടെ വാല്യൂ 0 ആണ്, 0/2 0 വരും. അപ്പോൾ 2 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 2 0 എന്ന് പറയുന്ന എലമെൻറ്റിനെ നമുക്ക് സം വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. ഓക്കെ, അങ്ങനെയല്ലായിരുന്നു നമ്മൾ ഇവിടെയും ചെയ്തത്, അല്ലേ. ടി ഓഫ് ആൽഫ 1നെ വേറെ കുറച്ച് വെക്ടേഴ്സിൻ്റെ ലീനിയർ a11 β1 പ്ലസ് a12 β2, അതായത് മറ്റേ മെട്രിക്സ് രണ്ടാമത്തെ വെക്ടർ സ്പേസിൻ്റെ ബേസിസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡെഫിനേഷൻ ടി ഫ്രം R2 to R2, അതായത് യു എന്ന് പറയുന്നത് R2 ആണ്, വി എന്ന് പറയുന്നതും R2 ആണ്. അപ്പം നമ്മൾ R2ൻ്റെ ബേസിസ് എന്താ, ഓർഡേഡ് ബേസ് എന്ന് പറഞ്ഞാൽ 1 0 0 1 തന്നെയാണ്. അപ്പോൾ 1 0 ആൻഡ് 0 1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 0 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 1 0 പ്ലസ് 0 ഇൻറ്റു 0 1 എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി ആൽഫ 2 എന്ന് പറഞ്ഞാൽ 0 1 ആണ്. അപ്പോൾ ടി ഓഫ് ആൽഫ 2 എന്ന് പറയുമ്പം 2x y/2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 0 0 വരും, ആൻഡ് y/2 1/2 വരും, 0 1/2 വരും. അതിനെ നമ്മൾ അടുത്ത് ഈ R2ൻ്റെ ബേസിസ് കൊണ്ട് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം. അത് സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്, ഇവിടെ R2ൻ്റെ തന്നെയല്ലേ. അപ്പോൾ 0 ഇൻറ്റു 1 0 പ്ലസ് 1/2 ഇൻറ്റു 0 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം ഈ ഡെഫിനേഷൻ എഴുതി ടി ഓഫ് ആൽഫ 1 എഴുതി, ടി ഓഫ് ആൽഫ 2 എഴുതി. അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുന്നത്, ഈ മെട്രിക്സിൻ്റെ സെയിം ലീനിയർ കോമ്പിനേഷൻ ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക, ലീനിയർ കോമ്പിനേഷൻ്റെ കോഎഫിഷ്യൻസ്. അപ്പോൾ 2 0 2 0 എഴുതി, ഈ 2 0 എഴുതി, 0 1/2 എഴുതി. അതിൻ്റെ ട്രാൻസ്പോസ് ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ ആക്ച്വലി സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. അപ്പോൾ ടി വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് 2 0 0 1/2 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആകും കേട്ടോ. നോക്കും, ലെറ്റ് ടി ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം R3 to R2 ആണ്. ക്വസ്റ്റിനകത്ത് R2 എന്നുണ്ട് കേട്ടോ. R3 to R2 ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ കോമ 2z മൈനസ് എക്സ്. ഓക്കെ, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ R3യിലെ എലമെൻ്റ് അല്ലേ. ഇത് കണ്ടോ, കോമ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് R2യിലെ എലമെൻറ്റ് വേണം. R3 to R2 ആണ് ഡെഫിനിഷൻ വരുന്നത് കേട്ടോ. ലെറ്റ് B1 and B2 be the B1 and B2 എന്നുണ്ട്. B1 and B2 be the standard ordered basis of R3 and R2 respectively. Compute the matrix of T related to the pair B1 and B2. അതായത് നമുക്ക് മെട്രിക്സ് അസോസിയേറ്റഡ് വിത്ത് B1 and B2 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓർഡേഡ് ബേസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓർഡേഡ് ബേസിസ് ഓഫ് R3 എന്ന് പറയുന്നത് നമ്മൾ B1 ആയിട്ട് എടുത്തു. അത് 1 0 0 0 1 0 0 0 1 ആണ്. R2ൻ്റെ ബേസിസ് B2 ഈക്വൽ ടു 1 0 0 1 ആണ്. ഇനി നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ കോമ 2z മൈനസ് എക്സ് ആണ്. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് ബേസിസിലെ ഓരോ എലമെൻറ്റ് ഇതിനെ നമുക്ക് ആൽഫ 1 ആൽഫ 2 ആൽഫ 3 എന്ന് വിളിക്കാം. ടി ഓഫ് ആൽഫ 1 ടി ഓഫ് ആൽഫ 2 ടി ഓഫ് ആൽഫ 3 നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ടി ഓഫ് 1 0 0 നമുക്ക് കണ്ടുപിടിക്കണം. ടി ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ ഞാനത് എഴുതി കാണിക്കാം. ടി ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞാൽ ടി ഓഫ് 1 0 0 ആണ്.
അത് നമ്മുടെ ഡെഫിനിഷൻ പറയുമ്പോൾ എക്സ് പ്ലസ് വൈ 1 + 0 1 ആണ്. ആൻഡ് 2z - x 2 × 0 0 ആണ് -1. അപ്പോൾ 1 - 1 എന്ന് കിട്ടും. ആദ്യത്തേത് 1 - 1. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ എന്തായിരുന്നു ചെയ്യുന്നത്? രണ്ടാമത്തെ മെട്രിക്സിൻ്റെ അല്ലേ, നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് രണ്ടാമത്തെ സ്പേസിൻ്റെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടാണ് എഴുതുന്നത് അല്ലേ, ബീറ്റയുടെ ടേംസിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ സെയിം രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ B2 എന്തായിരുന്നു? രണ്ടാമത്തെ ബേസ് എന്ന് പറഞ്ഞാൽ 1 0 0 1. അപ്പോൾ ഈ എലമെൻറ്റിനെ നമ്മൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 1 × 1 0 + -1 × 0 1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത എലമെൻറ്റ് ഇതിനകത്ത് രണ്ടാമത്തെ T(α2) എന്ന് പറഞ്ഞാൽ T(0 1 0) ആണ്. T(0 1 0) എന്ന് പറയുമ്പം x + y 0 + 1 1 വരും. ആൻഡ് 2z - x z x 0 ആണ്. ദാറ്റ് ഈസ് 1 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 × 1 0 + 0 × 0 1 എന്ന് എഴുതാം. അടുത്തത് T(α3) വരുമ്പോൾ T(0 0 1) ആണ്. 0 0 1 വരുമ്പം 2x + y 0 + 0 0 വരും. ആൻഡ് 2z - x അപ്പോൾ 2 × 1 - 0 എന്ന് പറയുമ്പോൾ 2 ഇട്ട് 0 2 എന്ന് എഴുതാം. അതിനെ നമുക്ക് 0 × അതായത് ഈ ആദ്യത്തെ എലമെൻറ്റ് × 1 0 + 2 × 0 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രിക്സ് എങ്ങനെ എഴുതുന്നത്? മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു B1 ആൻഡ് B2 ഇത് കണ്ട് വിത്ത് റെസ്പെക്ട് ടു B എന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? ആദ്യത്തെ ലീനിയർ കോമ്പിനേഷൻ 1 - 1 1 0 0 2 അതിൻ്റെ ട്രാൻസ്പോസ് ആണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ട്രാൻസ്പോസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ ഡയറക്റ്റ്ലി തന്നേക്കുവാണ് 1 1 0 -1 0 2. ആ ട്രാൻസ്പോസിൻ്റെ വാല്യൂ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പം നമ്മൾ ആദ്യത്തെ ബേസിസിലെ ഓരോ എലമെൻറ്റിനെ രണ്ടാമത്തെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.